നമ്മൾ പലരും ടാക്സി കണ്ടിട്ടുണ്ട്, കാറിൻ്റെ കണ്ടിട്ടുണ്ട്, ഓട്ടോൻ്റെ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു 2 വീലർ ടാക്സി നമുക്ക് കാണാം. ഇത് നമ്മുടെ കേരളത്തിലത്തെ ആദ്യത്തെ 2 വീലർ ടാക്സിയാണ്. ഈ ടാക്സിൻ്റെ ഉടമ നമ്മുടെ ജിനോ ചേട്ടനാണ്. ഹായ്. ഈ ടാക്സി എടുക്കാനുള്ള കാരണം എന്താണ്? ടാക്സി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ യൂബർ ഓടുന്നുണ്ടായിരുന്നു. യൂബർ വന്ന സമയത്ത് അതിൽ രജിസ്റ്റർ ചെയ്ത് ഞാൻ ഓടുന്നുണ്ടായിരുന്നു. പിന്നീടാണ് കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. കുറേ വേറെ ടാക്സിക്കാർ നമ്മുടെ യൂബർ ബൈക്ക് അൺഒഫീഷ്യലായിട്ട് ഓടുന്ന വണ്ടിക്കാരെ തടഞ്ഞു നിർത്തലും പിഴ ചുമത്തലും, അതായത് പോലീസുകാർ പിടിക്കുന്ന എല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ നമുക്കൊരു തോന്നി, ഇത് എന്തുകൊണ്ട് നമുക്ക് യെല്ലോ ബോർഡ് ആക്കിക്കൂടാ എന്ന് തോന്നിയപ്പോൾ നമ്മൾ RT ഓഫീസറെ സമീപിച്ചു. അപ്പോൾ അവിടെ ചെന്ന് നമ്മളൊരു വെള്ള പേപ്പറിൽ ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്തു. എനിക്ക് എൻ്റെ പേര് ഇതാണ്, എൻ്റെ വണ്ടി യെല്ലോ ബോർഡ് വൈറ്റ് ബോർഡാണ്, അത് യെല്ലോ ബോർഡിലോട്ട് മാറ്റണം എന്ന് അവിടെ പോയി ഒരു അപേക്ഷ എഴുതി കൊടുത്തു. അപേക്ഷ എഴുതി കൊടുത്തിട്ട് അത് അവർ അക്സെപ്റ്റ് ചെയ്ത് അവർ നമ്മളോട് ഫീസ് അടയ്ക്കാൻ പറഞ്ഞു. ഇൻഷുറൻസിൻ്റെയും ഫിറ്റ്നസിൻ്റെയും ഫീസ് അടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ കൺവേർഷൻ ചാർജും എല്ലാം കൂടെ അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പോയി വണ്ടി ടെസ്റ്റിന് കയറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വണ്ടി ടെസ്റ്റിന് പോകുമ്പോൾ എങ്ങനെയാണോ അങ്ങനെ നമ്മുടെ ബൈക്കാണെങ്കിലും ചെയ്തു തീർക്കണം. അതുപോലെ തന്നെ സൈഡിൽ സ്റ്റിക്കർ ഒട്ടിക്കണം, ഓണറിൻ്റെ പേര് എഴുതണം. ഇതെല്ലാം എഴുതി നമ്മൾ ടെസ്റ്റിനും കൊണ്ടുപോയി. ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞ് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഒരു അപ്രൂവലായി കഴിയുമ്പോൾ നമ്മൾ പെർമിറ്റിന് കൊടുക്കണം. പെർമിറ്റ് കൊടുത്ത് ഒരു 3-ാം ദിവസം നമുക്ക് ഫോണിൽ മെസ്സേജ് വരും, പെർമിറ്റ് കിട്ടിയെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ പെർമിറ്റിന് പ്രിൻ്റ് എടുക്കുക, പിന്നെ ടാക്സി ആയിട്ട് ഓടുക. ഓക്കെ. ഇതെല്ലാം കൂടി എത്ര ചിലവായിട്ടുണ്ടാവും? എനിക്കിത് എല്ലാം കൂടി ചിലവായേക്കുന്നത് RT ഓഫീസിൽ എനിക്കൊരു 1500 രൂപയുടെ താഴെ വന്നിട്ടുള്ളൂ. പക്ഷെ എനിക്ക് നമ്മുടെ ഇതിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ എക്സ്പെൻസ് എവിടെയാണ് വരണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഏത് കണ്ടീഷനിലാണോ, അതായത് കാറായാലും സ്കൂട്ടറായാലും ബൈക്കായാലും നമ്മൾ ടെസ്റ്റിന് പോകുമ്പോൾ അറിയാലോ എങ്ങനെയാണ് പുതിയ വണ്ടികൾ കൊണ്ടു ചെല്ലേണ്ടത്. അതുപോലെ തന്നെ ബൈക്കാണെങ്കിലും കൊണ്ടു ചെല്ലണം. അവിടെ മാത്രമാണ് എക്സ്പെൻസ് വരുന്നുള്ളൂ. അല്ലാതെ RT ഓഫീസിലെല്ലാം നമുക്ക് 1500 താഴെ എക്സ്പെൻസ് വരുള്ളൂ. ഓക്കെ. പിന്നെ നമ്മുടെ RT ഓഫീസിന്റെ വക എങ്ങനെയുണ്ടായിരുന്നു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? എനിക്ക് അവരോട് ഒത്തിരി നന്ദിയുള്ള ആളാണ്. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു ഗസ്റ്റിനെ പോലെ അവർ എന്നെ അക്സെപ്റ്റ് ചെയ്തത്. കാരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റഗ്രാമിൽ ഇത് വണ്ടിനെ കുറിച്ച് പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കുറേ കംപ്ലയിൻറ്റ്സ് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ RT ഓഫീസിലെ ആൾക്കാർക്ക് ഇത് അറിയില്ലാന്നോ അല്ലെങ്കിൽ നെഗറ്റീവ് അപ്രോച്ചാന്നുള്ളൊരു ഇതിലാണ് എന്നെ വിളിക്കുന്നവരെല്ലാവരും പറയുന്നത്. പക്ഷേ എറണാകുളം RT ഓഫീസിൽ ഞാൻ ചെന്ന അന്ന് മുതൽ ഇത് കിട്ടുന്നവരാർ ഫുൾ സപ്പോർട്ടായിരുന്നു. നമ്മൾ എവിടെ പോകണം, എന്ന സമയത്ത് വരണം, ഏത് ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ എത്ര രൂപ അടയ്ക്കണം, എല്ലാം അവർ വളരെ ക്ലിയർ ആയിട്ട് ഒരു ഗസ്റ്റിനെ പോലെ തന്നെ അവർ ട്രീറ്റ് ചെയ്തു. നല്ല ഇതായിരുന്നു അവിടുന്ന്, നല്ല അപ്രോച്ചായിരുന്നു അവിടെ. ഓക്കെ. പിന്നെ അവിടെ ഈ വണ്ടി എങ്ങനെയുണ്ട് ഓടാൻ പോകുമ്പോൾ ചിലവൊക്കെ, ലൈക്ക് ഇൻകം എങ്ങനെയൊക്കെ ഉണ്ട്? ഞാനങ്ങനെ അത് നോക്കി ഓടി തുടങ്ങിയിട്ടില്ല. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ടാക്സി ആയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. പിന്നെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഓടുന്നത്, ചിലപ്പോൾ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് നിർത്തേണ്ടി വരും എനിക്ക്. അപ്പം എന്തായാലും നഷ്ടമില്ല. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ പാർട്ട് ടൈം ആയിട്ട് ഇപ്പോഴത്തെ എറണാകുളത്തെ യുവജനങ്ങൾക്കെല്ലാം ഓടാവുന്നൊരു മേഖലയാണ്. ഓക്കെ. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിക്ക് സാലറി കുറവായിരിക്കും. ഇതൊരു എക്സ്ട്രാ ഇൻകായിട്ട് കാണുന്നവരുണ്ട്. അവർക്ക് ഈവനിങ് ടൈമിൽ ഒക്കെ ഓടാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബൈക്ക് ടാക്സിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ, അതിപ്പോൾ ഒരാളുള്ളെങ്കിൽ നമുക്കൊരു കാറോ ഓട്ടോയോ മേടിക്കേണ്ട കാര്യമില്ല. കാറോ ഓട്ടോയോ വിളിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് ഒരു ബൈക്ക് വിളിച്ചാൽ മതി. അപ്പോൾ ആ ബൈക്ക് വിളിക്കുമ്പോൾ നമുക്ക് ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിന് എത്താൻ പറ്റും. ഈ ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് കൂടുതൽ നമുക്കറിയാം, ട്രാഫിക്കിൽ എറണാകുളം വഴി അറിയാവുന്നവരാണെങ്കിൽ ഇഷ്ടംപോലെ പോക്കറ്റ് റോഡുകളുണ്ട്. അപ്പോൾ ബൈക്കാണെങ്കിൽ നമുക്ക് ആ പോക്കറ്റ് റോഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പൈസ കുറവാണ്, സമയത്തിന് എത്തുമ്പോൾ ട്രാഫിക്കിൽ കിടന്ന് മുഷിയേണ്ട, സമയത്തിന് എത്താൻ പറ്റും. ഓക്കെ. പിന്നെ ഏതൊക്കെ പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ഈ ബൈക്ക് ടാക്സി സപ്പോർട്ട് ചെയ്യണം? എന്നെ ഈ ബൈക്ക് ടാക്സി എന്നല്ല, എന്നെ സപ്പോർട്ട് ചെയ്ത് മൊത്തം യൂബറുകാരാണ്. ഞാൻ ഈ ഒരു ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു. അപ്പോൾ യൂബറുകാരായിട്ട് ഞാൻ ബന്ധപ്പെട്ടായിരുന്നു. അവരും എന്നെ അവസാനം വരെ എല്ലാ കാര്യങ്ങളും വിളിച്ച് അപ്പം അപ്ഡേഷൻ ചെയ്തിരിക്കായിരുന്നു. ഒരു ദീപക് എന്ന് പറഞ്ഞ ഒരു അദ്ദേഹം എപ്പോഴും എന്നെ വിളിക്കും. അദ്ദേഹമാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് അവിടെ ഓഫീസിൽ എന്താ ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ RT ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്നും എല്ലാം അവർ വിളിച്ച് ചോദിക്കായിരുന്നു. നല്ല സപ്പോർട്ടാണ് യൂബറുകാർക്കിടെ നിന്ന്. നിങ്ങൾക്ക് തീർച്ചയായും ആരെങ്കിലും ഇത്
ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ യൂബറുകാരെ ബന്ധപ്പെട്ടാൽ മതി, അവർ നിങ്ങളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യും. ഓക്കെ. പിന്നെ നമ്മൾ കുറേ വാർത്തകൾ ഈ ഓൺലൈനിൽ കേട്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ ഈ ബൈക്കുകൾ ഇതായിട്ട് പോണവരെ കുറേ ആൾക്കാർ തടഞ്ഞു നിർത്തി ചീത്ത പറയലും തെറി വിളിക്കലും അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതേപ്പറ്റി എന്താ പറയാനുള്ള? എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാനൊന്നുമില്ല. അത് കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കുടെ ജീവിതമാർഗ്ഗമാണ് അത്. ഇപ്പൊ അവര് പറയുകയാണെങ്കിൽ ഇപ്പൊ ചോദ്യം എനിക്ക് മനസ്സിലായി, ഓട്ടക്കാരും കാറുകാരും ഒക്കെയാണ്. അപ്പൊ അവർക്കുടെ ജീവിതമാർഗ്ഗമാണത്. അപ്പൊ എന്താന്ന് വെച്ചാൽ അവര് പറയുന്നതിലും കാര്യമുണ്ട്. ഒഫീഷ്യലായിട്ട് വണ്ടി ഓടിക്കോളാനാണ് അവർ അതിൽ പറയുന്നത്. അൺഒഫീഷ്യലായിട്ട് ഓടുമ്പോഴാണ് ഇത് പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഇനി പേടിക്കണ്ട, നമുക്കൊരു സൊല്യൂഷൻ കിട്ടി. അപ്പൊ നമുക്കിനി എല്ലാവർക്കും ഇത് പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ലീഗലി ഓടാം. അത് അവർക്കും ഗുണം ചെയ്യും, നമുക്കും ഗുണം ചെയ്യും. അപ്പൊ ചേട്ടാ, നമ്മുടെ ഈ ബൈക്ക് ടാക്സിയിൽ പറയുമ്പോൾ വരുന്ന കസ്റ്റമേഴ്സ് ഹെൽമെറ്റ് കൊണ്ടുവരണോ അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമോ? നമ്മൾ തന്നെ 2 ഹെൽമെറ്റും കീപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ. ഒരെണ്ണം വണ്ടി ഓടിക്കുന്ന ആൾക്കും ഒരെണ്ണം പുറകിലിരിക്കുന്ന ആൾക്കും. അങ്ങനെ 2 ഹെൽമെറ്റ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളില്ലേ, യൂബർ, റാപ്പിഡോ അതേപോലെ, അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ എത്രയാണ് കമ്മീഷൻ പോണത് നമ്മുടെ കിട്ടുന്ന പേയ്മെന്റ്? മനസ്സിലായോ? നമുക്ക് യൂബറിൽ ഓടുമ്പോൾ 0 കമ്മീഷനാണ്. ഞാൻ യൂബറിൽ മാത്രമേ ഇതിനായിട്ട് ഓടിയിട്ടുള്ളൂ. മറ്റുള്ള പ്ലാറ്റ്ഫോം എനിക്ക് അറിയില്ല. യൂബറിൽ എന്തായാലും നമുക്ക് എത്ര രൂപയ്ക്കാണോ ഓടുന്നത് അത് ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലോട്ട് മേടിക്കാം. പിന്നെ ഇത് നല്ലൊരു പരിപാടിയാണ് അല്ലേ? അത് നല്ലതാണ്. ഇത് ഞാൻ പറയണ, ഇത് എല്ലാവരും വരണം ഈ മേഖലയിലോട്ട്. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴാണ് നമ്മുടെ വളർച്ച ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ എക്സ്ട്രാ ഇൻകം, പാർട്ട് ടൈം ജോബ്, എല്ലാത്തിനും നല്ലൊരു ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഓക്കെ. അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ നല്ലൊരു മേഖലയാണ്. ലൈക്ക് പാർട്ട് ടൈമിനായിട്ട് കയറാൻ പറ്റും. പിന്നെ ജിനോ ചേട്ടനാണ് നമ്മുടെ ആദ്യത്തെ സ്കൂട്ടർ ഇറക്കിയിരിക്കുന്നത് കേരളത്തിൽ. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ. അപ്പോൾ